ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് HIV ഉണ്ട് എന്ന് ഭയക്കുന്ന ആളുകൾ വളരെ കോമൺ ആയിട്ട് വരാറുള്ള ഒരു സിംറ്റത്തെ കുറിച്ചിട്ടാണ്. പല ആളുകളും അവരുടെ നാവിൽ ഒരു വൈറ്റ് കോട്ടിംഗ് വരുന്നുണ്ട്, അത് HIV സിംറ്റം ആണ് എന്ന് ഭയന്നിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട്. ഇത് ചിലപ്പോൾ എക്സ്പോഷർ കഴിഞ്ഞിട്ട് ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു വൈറ്റ് കോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എത്തുന്ന ഒരുപാട് പേഷ്യൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഭാഗം, ഈ വൈറ്റ് കോട്ട് എന്നുള്ളത് ഈ നാവിൽ വരുന്ന വെള്ളപ്പാട, അത് HIV സിംറ്റം ആണോ? ആണെങ്കിൽ അത് HIV മാത്രം സിംറ്റം ആണോ? ഇനി HIV സിംറ്റം ആണെങ്കിൽ തന്നെ അത് എപ്പോഴാണ് അത് അപ്പിയർ ആവുക? ഈ 3 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഭാഗം, നമ്മുടെ നാവിൽ വരുന്ന ഈ വൈറ്റ് കോട്ടിങ് അത് HIV മാത്രം സിംറ്റം ആണോ? ഒരിക്കലുമല്ല. ഒരുപാട് നോർമൽ കണ്ടീഷനുകളിൽ ഈ ഒരു നാവിലെ വെള്ളപ്പാട നമുക്ക് കാണാവുന്നതാണ്. എസ്പെഷ്യലി നമ്മുടെ ഓറൽ ഹൈജീൻ നല്ലതല്ലെങ്കിൽ, അല്ലെങ്കിൽ ഡ്രൈ മൗത്ത് ആണെങ്കിൽ, നമ്മൾ വെള്ളം കുടിക്കൽ കുറവാണെങ്കിൽ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും, ഇപ്പം സ്മോക്കിങ്ങിൽ, മൗത്ത് ബ്രീത്തിങ്ങിൽ, അതിലൊക്കെ ഈ വൈറ്റ് കോട്ടിങ് വരാവുന്നതാണ്. എസ്പെഷ്യലി നമ്മുടെ HIV പേടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അവരുടെ ഫുഡ് ഹാബിറ്റ്സും അവരുടെ വെള്ളം കുടിയൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ആവുമ്പോൾ ആ ഡീഹൈഡ്രേഷൻ്റെ ഭാഗമായിട്ടും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ സലൈവ സെക്രീഷൻസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ആ ഒരു ഡ്രൈ മൗത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ വൈറ്റ് കോട്ടിങ് കാണാവുന്നതാണ്. ഇനി ഇൻഫെക്ഷ്യസ് കേസസ് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ഈ ഒരു കാൻഡിഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗസ്, അതാണല്ലോ ഈ സാധാരണ എല്ലാവരും ഭയക്കുന്ന ഈ വൈറ്റ് കോട്ടിംഗ് ഉണ്ടാക്കുന്നത്, ഓറൽ ത്രഷ് എന്നൊക്കെ പറയുന്നത്. ഈ ഇൻഫെക്ഷ്യസ് കോസ് തന്നെ അത് HIV മാത്രമാണ് ഉണ്ടാവുന്നത്? ഒരിക്കലുമല്ല. ഡയബറ്റിസ്, അതുപോലെ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്ന പേഷ്യൻസ്, സ്റ്റീറോയിഡ്സ് ഉപയോഗിക്കുന്ന പേഷ്യൻസ്, പല്ലിൻ്റെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ ആളുകൾ, ബേബീസ്, കുറച്ച് പ്രായമുള്ള ആളുകൾ എന്നൊക്കെ ഉള്ള പോലെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആവുന്ന മറ്റുള്ള കണ്ടീഷൻസ്, അതിൽ പെട്ടതാണ് HIV, ക്യാൻസർ, വേറെ എന്തെങ്കിലും കീമോതെറാപ്പി, ഇങ്ങനെയുള്ള പല കണ്ടീഷനുകളിലും നമുക്ക് ഈ ഒരു കാൻഡിഡ എന്നുള്ള ഒരു ഫംഗസിനെ കൊണ്ട് ഈ വൈറ്റ് കോട്ട് ഉണ്ടാകുന്നതാണ്. അതായത് മനസ്സിലാക്കേണ്ടത്, ഇത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വൈറ്റ് കോട്ടിംഗ് ആണെങ്കിൽ തന്നെ HIV ജസ്റ്റ് വൺ ഓഫ് ദ റീസൺ ആണ്. ബാക്കി ഒരുപാട് റീസൺസ്, എസ്പെഷ്യലി നമ്മുടെ നാട്ടിലൊക്കെ ഡയബറ്റീസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് ആളുകൾക്ക് ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആന്റിബയോട്ടിക്സ് ഒരുപാട് ആളുകൾ പല റീസൺസിന് വേണ്ടി കഴിക്കുന്നുണ്ട്, സ്റ്റീറോയിഡ്സ് കഴിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്തുണ്ടാകാം? ഈ വൈറ്റ് കോട്ടിംഗ് ഉണ്ടാകാം. HIV ജസ്റ്റ് വൺ ഓഫ് ദ റീസൺ ആണ്. ഇനി HIV ഇത് ഉണ്ടാവുമെങ്കിൽ തന്നെ അത് ചില ആളുകൾക്ക് മാത്രമാണ് ഏർലി സ്റ്റേജസിൽ ഉണ്ടാകുന്നത്. അത് മിക്കവാറും ആളുകൾക്ക് അതൊരു 3rd സ്റ്റേജ് ആയിട്ടുള്ള എയ്ഡ്സ് എന്ന സ്റ്റേജിലാകുമ്പോഴാണ് വൈറ്റ് കോട്ടിംഗ് ഉണ്ടാവുക. എസ്പെഷ്യലി നമ്മുടെ CD4 കൗണ്ട് ഒരു 500-ന്റെ താഴെ വരുമ്പോഴാണ് ഈ വൈറ്റ് കോട്ടിംഗ് വരിക. അത് ഒരിക്കലും നമ്മുടെ ആ ഒരു ഏർലി സ്റ്റേജിൽ, അത് നമ്മൾ ജസ്റ്റ് എക്സ്പോഷർ കഴിഞ്ഞ ഉടനൊന്നും ഈ വൈറ്റ് കോട്ടിംഗ് അത് കോമൺ ആയിട്ട് വരുന്നൊരു സിംറ്റമേ അല്ല. അപ്പം നമ്മൾ HIV സിംറ്റംസ് എന്ന് പറഞ്ഞിട്ട് ഈ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഈ ഓറൽ ത്രഷ്, വൈറ്റ് കോട്ടിംഗ് ഒക്കെ പെട്ടെന്ന് കാണുമ്പോൾ, അത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് തറക്കുമ്പോൾ, നമുക്ക് എന്നും രാവിലെ കണ്ണാടി നോക്കുമ്പോൾ ചെറിയൊരു വൈറ്റ് കളർ കാണുമ്പോൾ അത് ഭയം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ശരിക്കും അതൊരു ഭയപ്പെടേണ്ട കാര്യമേ അല്ല. നമുക്ക് ആക്ച്വലി ഈ ഒരു വൈറ്റ് കോട്ടിങ് നമ്മൾ പേടിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മാറാത്ത രീതിയിൽ അവിടെ തന്നെ നിൽക്കുക, നാവിൽ തന്നെ നിൽക്കുക, നമ്മൾ ഒഴിവാക്കാൻ നോക്കിയിട്ട് ഒഴിയുന്നില്ല, അല്ലെങ്കിൽ അതിനെ പറിച്ചെടുക്കാൻ കഴിയുന്നില്ല, ഇനി അത് പൊളിക്കുമ്പോൾ അതിന് ബ്ലീഡിങ് വരിക, നല്ല പെയിന് വരിക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളതിനെ ഭയക്കേണ്ടതുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ വീഡിയോസിലും ആർട്ടിക്കിൾസിലൊക്കെ കാണുന്ന HIV സിംറ്റം ആണ് ഓറൽ ത്രഷ്. പക്ഷേ ഈ നമ്മുടെ നാവിൽ കാണുന്ന സാധാരണ ഒരു വൈറ്റ് കളർ ഉള്ളത് മിക്കവാറും ഡീഹൈഡ്രേഷനെ കൊണ്ടോ അല്ലെങ്കിൽ ഓറൽ ഹൈജീൻ കൊണ്ടോ ഒക്കെ വരുന്നതായിരിക്കും. അതിന് ഈ ഓറൽ ത്രഷും HIV സിംറ്റം, എയ്ഡ്സിൻ്റെ സിംറ്റം ഒക്കെ ആയിട്ട് നമ്മൾ വെറുതെ കൺഫ്യൂസ്ഡ് ആവരുത്, അങ്ങനെ ഭയക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക, അതിന് ആൻസർ തരാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു ഓൾ.